ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്താം. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവൻ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാവിധ നന്മകൾക്കുമായി സ്തോത്രം. അവിടുത്തെ ഏകജാതനായ പുത്രനെ തന്നതിനായി സ്തോത്രം. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും രാജകീയ പുരോഹിത ഗണമാക്കി ഞങ്ങളെ തീർത്തതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ നിറവേറ്റേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർണ്ണതയിൽ നിറവേറ്റുവാൻ തക്കവിധം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയല്ലപ്പ, ആത്മീയമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ തന്നെ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സഭയോട് സംസാരിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. ഇന്നും ആ കുറിവാക്യം തന്നെ നമുക്ക് ഓർമ്മ പുതുക്കലിന് വേണ്ടി ഒന്ന് വായിക്കാം. ഒന്നാമത്തെ പത്രോസ് അപ്പോസ്തലൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 4-5 വാക്യങ്ങൾ. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണ് അവൻ. എവിടുന്ന വായിച്ച? സത്യവദൂസത്തെന്നാണോ വായിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, പഴയ സത്യവദൂസത്തെന്ന് വായിക്കും. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പണിക്കാർ എന്ന് വെച്ചാൽ യഹൂദർ. അവർ തള്ളിക്കളഞ്ഞ കല്ല്, അതാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ മൂലക്കല്ലാക്കി അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിത്തറമേൽ നമ്മെ ഓരോരുത്തരെയും ഒരു ആത്മീക ഗ്രഹമായി ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി പണിതുകൊണ്ടിരിക്കുന്നു എന്നതിന് പത്രോസ് പറഞ്ഞത്, നാം ദൈവത്തിന് സ്വീകാര്യമായ യാഗം, നമുക്ക് സ്വീകാര്യമായ യാഗമല്ല, കണ്ടു നിൽക്കുന്നവർക്ക് സ്വീകാര്യമായ യോഗമല്ല, ദൈവത്തിന് സ്വീകാര്യമായ യാഗം അർപ്പിക്കാൻ നമ്മെ പുരോഹിത ഗണമാക്കി. നാം പഴയ നിയമത്തിൽ കാണുന്നത് അഹ്റോന്യ പൗരോഹിത്യമാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ ദൈവം അതിനും എത്രയോ മുമ്പ് തന്നെ മെൽക്കിസദേക്കിൻ്റെ ക്രമത്തിൽ പുരോഹിതനാക്കി വെച്ചിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിലായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ ബൈബിൾ തുറന്നാൽ ആദ്യം കാണുന്ന പൗരോഹിത്യം മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യമാണ്. പിന്നീടാണ് മോശയുടെ മൂത്ത സഹോദരനായ അഹ്റോന് പൗരോഹിത്യം നൽകിയത്. ആ പൗരോഹിത്യം ലേവി കുടുംബത്തിലെ എല്ലാവർക്കും ഉള്ളതല്ല. ലേവി കുടുംബത്തിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അമോര്യരുണ്ട്, മൊറാറിയരുണ്ട്, കഹാത്യരുണ്ട്. അവർക്കൊന്നും പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അനുവാദമില്ല. അഹ്റോൻ്റെ താവഴിയിൽപ്പെട്ട അഹ്റോൻ്റെ സന്തതി പരമ്പരകൾക്ക് മാത്രമേ ഇസ്രായേലിൻ്റെ പൗരോഹിത്യം അനുവദിച്ചിട്ടുള്ളൂ. ഈ പൗരോഹിത്യം അനുവദിക്കുമ്പോൾ അഹ്റോന് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 മക്കളെ ദൈവം തന്നെ പച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞു. അവരുടെ പേരാണ് നാദാബ്, അബീഹു. കാരണം ദൈവം പറഞ്ഞതല്ല അവർ ചെയ്തത്. അവർക്ക് കൊടുത്തിരിക്കുന്ന നിയമം ധൂപ കലശത്തിൽ ബലിപീഠത്തിൽ നിന്നുള്ള തീക്കനലാണ് ഉപയോഗിക്കേണ്ടത്. അവർ ബലിപീഠത്തിൽ നിന്നല്ലാത്ത തീ ഉപയോഗിച്ച് ധൂപമുണ്ടാക്കിയപ്പോൾ ദൈവം അവരെ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി കത്തിച്ചു കളഞ്ഞു. ഈ ദാരുണമായ അവസ്ഥയിൽ ദുഃഖിതനായ അഹ്റോനോട് ദൈവം പറഞ്ഞത്,
നിൻ്റെ മക്കൾ മരിച്ചതിൽ നിനക്ക് ദുഃഖമുണ്ടാകാം. പക്ഷെ നീ ദുഃഖം ആചരിക്കുകയോ മുടി പിച്ചി പറിക്കുകയോ വസ്ത്രം കീറുകയോ ചെയ്താൽ നിൻ്റെ മക്കളുടെ ഗതി ഞാൻ നിനക്കും വരുത്തും. നമ്മൾ എങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് വ്യാപരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു അറിവ് വേണം. ഇന്ന് ദൈവസഭയിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ് ദൈവഭയവും ദൈവസ്നേഹവും. ഇത് രണ്ടും ഇന്ന് ദൈവസഭകളിൽ ഇല്ല, പറഞ്ഞേ പറ്റൂ. പക്ഷേ അതില്ലാതെ ജീവിക്കുന്നവർക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ ഒരു നാശത്തിൽ നിങ്ങളാരും ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എപ്രകാരമാണ് ഇസ്രായേലിൻ്റെ പാപ പരിഹാരത്തിനുള്ള യാഗം അർപ്പിക്കുന്നത് എന്ന് കണ്ടു. അഹ്റോൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിലും തൻ്റെ പാപപരിഹാരത്തിന് ആദ്യം ഒരു കാളയെ അറുത്ത് യാഗം കഴിച്ച് അഹ്റോൻ ദൈവവുമായി നിരപ്പ് പ്രാപിക്കണം. പിന്നീട് 2 കോലാട്ടുകൊറ്റന്മാരെ കൊണ്ടുവരണം. അതിൽ കുറിയിട്ട് ഒന്നിനെ ദൈവത്തിനുള്ളത് എന്നും മറ്റൊന്നിനെ അസസ്സേലിനുള്ളത് എന്നും തീരുമാനിക്കണം. ദൈവത്തിന് വേണ്ടിയുള്ള ആടിനെ അറുത്ത് അതിൻ്റെ ചോര കൊണ്ടാണ് തിരുനിവാസത്തിനകത്ത് പാപപരിഹാര യാഗം നടത്തുന്നത്. അതെല്ലാം നടത്തിയതിന് ശേഷം അഹ്റോൻ ജീവനോടെ നിൽക്കുന്ന അല്ലെങ്കിൽ അസസ്സേലിന് വേണ്ടി തിരഞ്ഞെടുത്ത ആടിൻ്റെ തലയിൽ 2 കൈകളും വെച്ച് ഇസ്രായേലിൻ്റെ മുഴുവൻ പാപവും ആ ആടിൻ്റെ മേൽ ആരോപിച്ച് ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഈ ആടിനെ മരുഭൂമിയിലേക്ക് കൊടുത്തയക്കും. അയാൾ ആ ആടിനെ ഒരു വിജനപ്രദേശത്ത് ഉപേക്ഷിച്ച് മടങ്ങി വരും. ആ ആടിന് എന്ത് സംഭവിക്കും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, കാരണം ബൈബിളിൽ അത് എഴുതിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ ഏതെങ്കിലും കാട്ടുമൃഗം അതിനെ കടിച്ചു തിന്നും, അതല്ലെങ്കിൽ വെള്ളവും ആഹാരവും കിട്ടാതെ എപ്പോഴെങ്കിലും കഠിന യാതന അനുഭവിച്ച് ചത്തുപോകും. നിങ്ങൾ ഒരുപാട് വിശ്വാസികളോട് ചോദിക്കുക, 40-50 കൊല്ലമൊക്കെ ദൈവസഭയിലുള്ള വിശ്വാസികളോട് ചോദിക്കുക, ആരാണ് ഈ അസസ്സേൽ? എന്താണ് ഈ അസസ്സേൽ എന്ന് വെച്ചാൽ അർത്ഥം? അവർ വാ പൊളിച്ച് നിൽക്കും എന്നല്ലാതെ അവർക്കറിയില്ല. എന്നാൽ 40-50 കൊല്ലമായിട്ട് അവർ ഇത് കേൾക്കുന്നതാ. അറിയാത്ത കാര്യം ആരോടെങ്കിലും ചോദിക്കുന്നത് അപമാനകരമായി കരുതുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവർ അജ്ഞരായി തുടരും. അസസ്സേൽ എന്ന വാക്കിന് ബലിയാട് എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അതൊരു കോംപ്ലിക്കേറ്റഡ് മീനിങ് ഉള്ളൊരു വാക്കൊന്നുമല്ല. നമ്മൾ മലയാളത്തിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നൊരു വാക്കാണ് ബലിയാട്. കണ്ടിട്ടില്ലേ? വലിയ ഉദ്യോഗസ്ഥന്മാർ പല തെറ്റുകളും വരുത്തും. ഈ വരുത്തിയ തെറ്റിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കില്ല. അവരതൊരു കീഴ് ജീവക്കാരൻ്റെ തലയ്ക്ക് വെച്ച് അവർ തടി തപ്പും. അപ്പോൾ അതറിയുന്ന നമ്മൾ പറയും, ഓ ആ പാവം, അവനെ എല്ലാവരും കൂടെ ബലിയാടാക്കി, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. ആ ബലിയാടിനെയാണ് ഹീബ്രു ഭാഷയിൽ വിളിക്കുന്നത് അസസ്സേൽ. ഇവിടെയും അത് തന്നെയല്ലേ സംഭവിച്ചത്. അഹ്റോൻ തൻ്റെ 2 കൈയും ഈ ആടിൻ്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, ഇസ്രായേലിലുള്ള മുഴുവൻ ആളുകൾ പാപം ചെയ്യാനിടവന്ന് നീ ഒരുത്തനാ, അതുകൊണ്ട് അവർക്ക് പകരം നീ മരിക്കണം. ഈ 2 ആടുകളിൽ എല്ലാവർക്കും അറിയാം, ആദ്യത്തെ ആട് യേശു ക്രിസ്തുവിൻ്റെ നിഴലാണെന്ന് പറയും. കാരണം അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി. അപ്പോൾ അസസ്സേലിന് വേണ്ടി മരുഭൂമിയിൽ വിട്ട ആടോ അതാരുടെ നിഴലാണ്? അത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നിഴലാണ്. നമ്മുടെ പാപവും ചുമന്നുകൊണ്ട് മരുഭൂമിയിൽ പോയി. ഈ സംഭവം സ്നാപക യോഹന്നാൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ തുടക്കത്തിലേ പറഞ്ഞത്, ദൈവപുത്രനായ യേശുവിനെ കണ്ടിട്ട് എന്താണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്? ഇതാ പോകുന്നു ദൈവത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട്. ദൈവത്തിന് സ്തോത്രം.
ഇപ്പോൾ ക്ലിയറാണോ? അറ്റത്ത് ബാക്കിലിരിക്കുന്നവർക്ക് കേൾക്കാമോ? ഓക്കെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പറഞ്ഞു വന്നു പോയി. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സ്നാപക യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ മനുഷ്യരുടെ പാപങ്ങൾ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഏവർക്കും കഷ്ടം വരും എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലാണത് പറഞ്ഞത്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഏവരും പീഡിപ്പിക്കപ്പെടും. ഒന്നുകിൽ ആ പീഡ നമ്മെ മരണത്തിൽ കൊണ്ടെത്തിക്കും. എനിക്ക് തോന്നുന്നത് അത് തമ്മിൽ ഭേദമാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പീഡയൊന്നുമില്ലല്ലോ. ഈ മരുഭൂമിയിലേക്ക് അയക്കപ്പെടുന്ന ഒരു അനുഭവം അതിനേക്കാൾ ഭയാനക. അത് വളരെ സാവധാനമുള്ള മരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്ലോ ഡെത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി മരണത്തിലേക്കാണ് നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള ധൈര്യം നമുക്കില്ല, നമുക്കതറിയാം. അപ്പം ഈ കാലയളവിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടുന്ന പ്രധാന പ്രാർത്ഥന എന്താണ്? നീ എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തക്കവിധം പ്രിയ പിതാവേ അങ്ങനെ ബലപ്പെടുത്തണമേ. ഇതല്ലേ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന? പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലോകത്തുള്ള സകല ചപ്പും ചവറും സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ കേഴുകയാണ്, കന്നട്ടയെ പോലെ തരിക തരിക തരിക. എത്ര ഉണ്ടെങ്കിലും ആർത്തി പിന്നെയും കൂടുന്ന ഒരവസ്ഥ. ചോദിച്ചത് ദൈവം തരും. ഭൗതികമായ സമൃദ്ധിയും ദൈവത്തോട് നിർബന്ധമായി ചോദിച്ചാൽ അവിടുന്ന് തരും. പക്ഷെ കർത്താവ് തന്നോട് ചേർക്കുന്നത് ആരെയാണെന്നറിയാമോ? ആത്മീക സമൃദ്ധിയുള്ളവരെയാണ്, ഭൗതിക സമൃദ്ധിയുള്ളവരെ അല്ല. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. കാരണം ബെന്നി തൻ്റെ സാക്ഷ്യത്തിൽ പറഞ്ഞു, ഇപ്പോൾ 88% സ്ത്രീകൾ, പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ഭർത്താവ് വെള്ളടിക്കണമെന്നാണ്. കാരണം അപ്പോഴെല്ലാം അവർക്കും കിട്ടുള്ളൂ. ഒരു 10-20 കൊല്ലം മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇനി 20 കൊല്ലം കഴിഞ്ഞാൽ ഇതേ പെൺകുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ ഭർത്താക്കന്മാർ MDMA അടിക്കുന്ന അവരാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, വരും ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ കാലഘട്ടം മുഴുവനും നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. നമ്മളാണെങ്കിൽ ഹൈലി പോസിറ്റീവായി, ഹൈലി സ്പിരിച്വലി ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇതിപ്പോൾ 2024 ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. ശുശ്രൂഷിച്ച് ബൈബിളിലെ മാഞ്ഞുപോയ അക്ഷരങ്ങളിൽ നിന്നാണ് ഞാൻ ഇന്നും ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നാം എത്ര തവണ അത് കേട്ടിട്ടുണ്ട് ദൈവത്തിന് മാത്രമേ അറിയൂ. പക്ഷേ ഇത് കണ്ടതായോ കേട്ടതായോ നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഈ കേട്ടത് കൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനം ഇതുവരെ ഇല്ല. എന്ന് വെച്ച് എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ പുരോഹിതന്മാരാക്കിയിട്ടുണ്ടെങ്കിൽ നാം യാഗം അർപ്പിച്ചേ പറ്റൂ. യാഗമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പുരോഹിതൻ? പൗലോസ് അപ്പോസ്തലൻ തന്നെ ഒരുപാട് യാഗങ്ങൾ നാം അർപ്പിക്കേണ്ടതായി ബൈബിളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു യാഗത്തെക്കുറിച്ച് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു,
ആ വാക്യം പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടുന്ന് ഒരു കാര്യം നമ്മ ഓർമ്മപ്പെടുത്തുക. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ എന്തെല്ലാം കഷ്ടം സഹിച്ചിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു നാം ആയിരുന്ന പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തത് എന്ന് നാം അറിയണം. അതറിഞ്ഞില്ലെങ്കിൽ പാപം ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ഡെയിലി റൊട്ടീനായി മാറും. അതിൻ്റെ അനന്തരഫലം സർവനാശമാണ്. അതുകൊണ്ട് നാം ഒരിക്കലും മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ടുന്ന ഒരു കാര്യമാണ്, എത്ര വലിയ കാരുണ്യമാണ് പിതാവ് എന്നോട് കാണിച്ചത്. തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരിയിൽ കൈവിട്ട് കളയാൻ മാത്രമുള്ള സ്നേഹം. ഈ സ്നേഹം ലഭിച്ചവരാണ് റോമിലെ സഭ. കാരണം പൗലോസ് റോമാലേഖനം എഴുതിയിട്ടുള്ളത് റോമിലുള്ള നാട്ടുകാർക്കല്ല, റോമിലുള്ള സകല മനുഷ്യർക്കുമല്ല, റോമിലെ വിശുദ്ധന്മാർക്കാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. വളരെ ശ്രദ്ധേയമായൊരു വാക്യമുണ്ട്. 8:13 നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. കണ്ടോ? അപ്പം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചത് കൊണ്ട് നമുക്ക് ദൈവം ഇൻസ്റ്റൻറ്റേനിയസ്ലി തൽക്ഷണം നമുക്ക് പാപക്ഷമ തന്നു. ഒരു തർക്കമില്ല. കാരണം പാപക്ഷമ നമ്മുടെ പ്രവൃത്തിയുടെ ശ്രേഷ്ഠത കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നല്ല, അത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. അങ്ങനെ കൃപ ലഭിച്ച നാം പിന്നെയും ജഡികരായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ, കാരണം നമ്മൾ ജഡത്തിലാണല്ലോ ജീവിക്കുന്നത്, ജഡികരായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്? മരിക്കുമെന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോകുന്ന മരണമല്ല പൗലോസിൻ്റെ മനസ്സിലുള്ളത്, നിത്യമായ നരകാഗ്നി. അപ്പം നിത്യമായ നരകാഗ്നിയിൽ നിന്നിലേക്ക് പതിക്കാതിരിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം കഴിഞ്ഞവരോടാണ് പറയുന്നത്. അപ്പം അവരെന്ത് ചെയ്യണം? തുടർമാനമായി കണ്ടിന്യൂസ്ലി യാഗം അർപ്പിക്കണം. എന്തിനു വേണ്ടി? വന്നു പോകുന്ന തെറ്റുകൾ അപ്പോൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ മരണം എപ്പോൾ സംഭവിക്കും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ മാരകമായ രോഗം, ഇപ്പം ക്യാൻസർ പോലുള്ളൊരു രോഗം, അത് വരുന്നത് നല്ലതാണ്. കാരണം ക്യാൻസർ വന്ന രോഗിക്ക് അറിയാം, എൻ്റെ ചീട്ട് ചീന്താറായി, ഇനി അല്പകാലേ ഉള്ളൂ, അപ്പം ആൾക്കൊന്നും ഒരുങ്ങാം. പക്ഷേ മറ്റുള്ളവരുണ്ട്, നല്ല ബോഡി ബിൽഡൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നടക്കുന്നവർ. അവരെ കണ്ട ആരും പറയും, നിനക്കൊക്കെ ഒരു 50 കൊല്ലം ഉറപ്പാ. എന്തുറപ്പ്? പത്രത്തിൽ കാണുന്നില്ലേ, ഇന്നയാൾ ഇന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് വെച്ചാൽ ഈ മരിച്ച സ്ഥലത്ത് നിന്ന് ആസ്പത്രിയെ കൊണ്ടുപോകാൻ പോലും നേരം കിട്ടിയില്ല. എന്തുകൊണ്ട് മരിച്ചു എന്നറിയില്ല. ഓൾ വി നോ ഈസ് ഡെഡ്. അപ്പം ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ക്യാൻസർ വരുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഒരുങ്ങാനെങ്കിലും സമയം കിട്ടും. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് മെൻ്റലി റിട്ടാർഡറായ, എന്ന് വെച്ചാൽ മാനസിക വെല്ലുവിളിയില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ തെളിച്ച് പറഞ്ഞാൽ മന്ദബുദ്ധികളായ കുട്ടികളെ നോക്കി സഹതപിക്കുന്നത്. അയ്യോ പാവട്ടോ, പാവല്ല, അവരാണ് ഭാഗ്യവാന്മാർ. കാരണം അവരെ ന്യായം വിധിക്കാൻ ദൈവത്തിന് കഴിയില്ല. എൻ്റെയും നിൻ്റെയും കാര്യം കട്ടപ്പുകയായിന്ന് വരും. പക്ഷെ മന്ദബുദ്ധികളെ ശിക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ല. കാരണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ്. അത് മനസ്സിലാക്കിയേ പറ്റൂ.
അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നാം ബുദ്ധിയുള്ള ആരാധനയായി എന്ത് യാഗം കഴിക്കണം? എന്താണ് യാഗ വസ്തു? ആരാണ് യാഗം കഴിക്കുന്നത്? എന്താണ് ബലിപീഠം? അതേ വാക്യത്തിലുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളെ ആണ് അർപ്പിക്കേണ്ടത് ഞാനാ. ബലിയർപ്പണം നടത്തുന്ന പുരോഹിതൻ ഞാനാ. ബലിയർപ്പണം നടത്തുന്ന വസ്തു ഞാൻ തന്നെയാ. എന്താണ് ബലിപീഠം? എൻ്റെ ജീവിത സാഹചര്യം. മനസ്സിലായോ? ഇപ്പോൾ പഴയ നിയമത്തിലാണെങ്കിൽ ഒരു മൃഗത്തെ കൊന്നാണ് യാഗം കഴിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ മൃഗം ഇനി ഒരു തെറ്റും ചെയ്യില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല. നമ്മൾ യാഗം അർപ്പിക്കപ്പെടുമ്പോഴും നമ്മൾ ജീവനോടെ ഇരിക്കുന്ന, അതിന് ശേഷവും നമ്മൾ ജീവനോടെ ഇരിക്കുന്ന. മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഓൾ ഓവർ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. അപ്പം നമ്മൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ ചില ദൈവവചന ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ കടലിൽ ഇട്ടുകളയുന്നത് അവനേറെ നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്തുവെങ്കിൽ, ഇടർച്ച എന്നതിന് പാപഹേതു എന്നാണ് അർത്ഥം. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു പാപം കണ്ടിട്ട് മറ്റൊരാൾക്ക് അതേ പാപം ചെയ്യാൻ പ്രേരണ ഉണ്ടാകുന്നുവെങ്കിൽ എനിക്ക് കൂടുതൽ നല്ലത് എന്താണ്? കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടിയിട്ട് കടലിൻ്റെ ആഴങ്ങളിലേക്ക് ചാടുന്നതാണ്. അത് അക്ഷരീകമായ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിന് പറയാവുന്ന പേരാണ് ആത്മഹത്യ. POC-യിൽ ആ വാക്യം കൊടുത്തിരിക്കുന്നത് അവനെ കൊണ്ടുപോയി ഇടുന്നതാണെന്നാണ്. എന്ന് വെച്ചാൽ ഒരാൾ മറ്റൊരാൾക്ക് പാപഹേതു വരുത്തുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ അവനെ കടലിൽ എറിയപ്പെടുന്ന നല്ലത്. അത് കൊലപാതകമാണ്. കാരണം ഞാൻ തോമസിനെ കൊണ്ടുപോയി തിരികല്ല് കഴുത്തി കെട്ടി കടലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ആത്മഹത്യയല്ല, അത് കൊലപാതകമാണ്. അപ്പം ദൈവം നമ്മെ കൊലപാതകം ചെയ്യാനോ ആത്മഹത്യ ചെയ്യാനോ പഠിപ്പിക്കുന്നില്ല. പ്രത്യുത നമുക്കൊരു മാറ്റം വരും വേണം. അപ്പം എന്താണ് വേണ്ടത്? നാം ആ തെറ്റ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. മനുഷ്യർക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നം തെറ്റുകളെ ന്യായീകരിക്കും. അത് നമ്മുടെ പൂർവ്വപിതാവായ ആദാമിൻ്റെ സ്വഭാവത്തിൽ നിന്ന് കിട്ടിയതാണ്, പുതിയ കാര്യങ്ങളൊന്നുമല്ല. ആദാം പാപം ചെയ്യുമെന്ന് ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിനറിയാം. എങ്കിലും ദൈവം മനുഷ്യൻ്റെ അറിവിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആദത്തെ അന്വേഷിച്ചു. അപ്പോൾ ആദം പറഞ്ഞു, ഞാനിവിടെ നിൽക്കുക. അതെന്താ നീ അവിടെ നിൽക്കുന്നത്? അല്ല, ഞാൻ നഗ്നനായതുകൊണ്ട് ഇവിടെ നിന്നതാ. അതിന് നിന്നോട് നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? എന്നിട്ട് ദൈവം അവനോട് ചോദിച്ചു, അല്ല, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴമെങ്ങാനും നീ തിന്നോ? അറിയാത്ത പോലെ ദൈവം ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, നീ എനിക്ക് കൂട്ടിനൊരു സ്ത്രീ തന്നില്ലേ? അവൾ തന്നു, ഞാൻ തിന്നു. ആദാം തൻ്റെ തെറ്റ് സമ്മതിച്ചോ? ആദാം തൻ്റെ തെറ്റ് സമ്മതിച്ചോ? ഇല്ല. ആദാം ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് അവൻ്റെ ഭാര്യയുടെ മണ്ടയ്ക്ക് വെച്ച് കൊടുത്തു. ഭാര്യയോട് ചോദിച്ചു, സ്ത്രീയെ നീ എന്ത് ചെയ്തു? ഞാനെന്ത് ചെയ്യാനാ? സർപ്പം തന്നു, ഞാൻ തിന്നു.
ഹവ്വ സമ്മതിച്ചോ? ഇല്ല. നിങ്ങളിത് മനസ്സിലാക്കണം. നാം ചെയ്തൊരു തെറ്റ് മറ്റൊരാൾ നമുക്ക് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ അതിനെ ന്യായീകരിച്ച് അതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കരുത്. മറിച്ച് എനിക്കത് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. കാര്യം അവിടെ അവസാനിച്ചു. അത്രയുടെ കാര്യമുള്ളൂ. നമ്മൾ ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കാവുന്ന കാര്യം 100 വാക്ക് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് നിൽക്കും. നമുക്ക് മനുഷ്യരുടെ മുമ്പാകെ ജയിക്കാൻ പറ്റിയെന്ന് വരാം, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ തള്ളപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യാഗം കഴിക്കുക, പൗലോസ് പറഞ്ഞു, ദൈവത്തിന് സ്വീകാര്യമായ യാഗം, ജീവനുള്ള യാഗം എന്ന് പറയുന്നത് പാപം ചെയ്യാൻ ഉപയോഗിച്ച ശരീരഭാഗം മുറിച്ച് കളയലോ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ചാടി തന്നെത്താൻ കൊല്ലുന്നതോ അല്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അതിൻ്റെ താഴെയുള്ള വാക്യം വായിച്ചാട്ടെ, 9:43. മാർക്കോസാണ് നമ്മൾ വായിക്കുന്നത്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഊനനായി ജീവനിൽ കടക്കുന്നത് 2 കൈയുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. പറഞ്ഞതിൻ്റെ അർത്ഥം, നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ, നിന്റെ കൈ നിനക്ക് പാപഹേതുവാണെങ്കിൽ, നിന്റെ കാല് നിനക്ക് പാപഹേതുവാണെങ്കിൽ അതങ്ങ് വെട്ടിക്കള. കാരണം 2 കണ്ണും 2 കൈയും 2 കാലും ഉള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് അംഗവിഹീനനായി സ്വർഗത്തിൽ പോകുന്നതാണ് എന്നാണ് ആ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം. നോക്കണേ, ഇത് നമ്മൾ അക്ഷരീകമായിട്ട് ചെയ്യുകയാണെങ്കിൽ ദൈവസഭകൾ ഓരോ മീറ്റിങ്ങും വികലാംഗരുടെ സംസ്ഥാന സമ്മേളനം പോലെ ഇരിക്കും, ഇല്ലേ? യോഗം നടത്തുന്ന ഞാനും യോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളൊക്കെ ആരായിരിക്കും? ഒരൊറ്റെണ്ണത്തിന് പൂർണ്ണ ശരീരം കാണില്ല. അപ്പം നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നല്ല കർത്താവ് പറയുന്നത്. നാം കണ്ണുകൊണ്ട് പാപം ചെയ്യാനിടയുണ്ട്. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം നമ്മളൊരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിനെ കണ്ടു, അത് യാദൃച്ഛികമാണ്, കണ്ടതാ. പക്ഷെ ആ കാഴ്ച നമ്മെ ഒന്നും കൂടെ അവളെ നോക്കാൻ പ്രേരിപ്പിക്കും. നോക്കാൻ പ്രേരിപ്പിച്ചു കഴിയുമ്പോൾ പാപം അവിടെ കടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തനിച്ചാകുമ്പോൾ അവളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഓ, എന്തൊരു ചരക്കായിരുന്നത്. ആ ബോബീസിന് മേലത്തെ പാട്ടറിയില്ലേ? ഹം തും എക് കമരെ മേ ബന്ദ് ഹോ ഓർ ചാവി ഖോ ജായ്. നമ്മൾ മുറിയിൽ ഒറ്റയ്ക്ക, പക്ഷെ ദൈവവചനം അനുസരിച്ച് അതൊരു വ്യഭിചാരമായി. അപ്പം ഈ വ്യഭിചാരം നടന്നത് ശരീരത്തിലല്ല, മനസ്സിലാണ്. അത് ആത്മാവിൽ പാപമായി കുടിയേറി കടന്നു വന്ന എന്തിനാലാണ്? കണ്ണുകൊണ്ട് നോക്കിയിട്ട്. അതുകൊണ്ട് നാം കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കളയണോ? വേണ്ട. പിന്നെ നാം ഇയ്യോബിൽ നിന്നൊരു പാഠം പഠിക്കണം. ഇയ്യോബ് പറഞ്ഞു, ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? ഞാൻ എൻ്റെ കണ്ണുകളുമായൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? നാം എല്ലാവിധ തിന്മകളിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗം ദൈവം നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. ഈ ഉപദേശിച്ച മാർഗത്തെ നാം പിൻപറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അനുസരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ നമ്മളതിൻ്റെ അടിമയായിരിക്കും. നമ്മൾ ഏറ്റുപറയും, കർത്താവ്, എനിക്കിന്ന് ഇങ്ങനെ ഒരു അക്കടി പറ്റി, എന്നോട് പൊറുക്കണം. കർത്താവ് നിന്നോട് കൃപ തോന്നി, കർത്താവ് നിനക്ക് പുറത്തു വന്നു. 4 ദിവസം കഴിഞ്ഞിട്ട് അതിനേക്കാൾ ഭംഗിയുള്ളൊരു പെണ്ണിനെ കണ്ടാൽ നീ എന്തു ചെയ്യും? നീ വീഴും. എന്നിട്ട്
ദിലീപ് ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗ് പോലെ പറയേണ്ടി വരും. ജാങ്കോ, നീ അറിഞ്ഞോ, ഞാൻ പിന്നെയും പെട്ടു. ഇത് പെടാതിരിക്കാൻ എന്താ മാർഗം? പെടാതിരിക്കാൻ മാർഗമുണ്ട്. പെടാതിരിക്കാനുള്ള മാർഗം ഇത് നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ നീക്കിക്കളയണം. ഞാൻ വായിച്ച ഒരു ഹൈന്ദവ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടു, കാമം, ക്രോധം, ലോഭം, മോഹം. കാമം എന്ന് പറയുമ്പോൾ സെക്സ് നമ്മൾ വിചാരിക്കും. അല്ലല്ല, എന്തെങ്കിലും പ്രാപിക്കാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരുന്നതാണ് കാമം. അത് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നതാണ് ക്രോധം. മനസ്സിലായോ? ഇത് 4 എണ്ണം ഒരു വഴിക്കങ്ങ് പോകും, ഒന്നൊന്നിൻ്റെ പിന്തുടർച്ചയാണ്. ഇത് ഇല്ലാതാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള അതിൻ്റെ വേര് പറിച്ചിളക്കി കളയണം. ഞാൻ നന്നായി മദ്യം കഴിച്ചിരുന്ന ഒരാളാണ്. നല്ല മദ്യം പലതുമായി കൂട്ടിച്ചേർത്ത് കോക്ടെയിൽ ഉണ്ടാക്കുന്നതിൽ ഞാനൊരു വിദഗ്ധനായിരുന്നു. അതുകൊണ്ട് വെള്ളക്കാരുടെ പാർട്ടി നടക്കുമ്പോഴൊക്കെ ബാർ ടെൻഡറായിട്ട് അവരെന്നെ വിളിക്കുമായിരുന്നു. കാരണം എനിക്കതിൽ പല ഡ്രിങ്ക്സിൻ്റെയും പേരറിയാം. പിന്നീട് ഞാനത് ഉപേക്ഷിച്ച കൃത്യം ദിവസം എനിക്കറിയാം. 1993 ഡിസംബർ 31-ാം തീയതി ഞാനത് ഉപേക്ഷിച്ചു. അത് ഉപേക്ഷിക്കുമ്പോൾ എൻ്റെ കയ്യിൽ 4 കുപ്പി മദ്യം വീട്ടിലുണ്ടായിരുന്നു. ഫോറിൻ ലിക്കർ എന്ന് നമ്മൾ പറയുന്ന റെമി മാർട്ടിൻ, 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി റെമി മാർട്ടിൻ അന്ന് 900 രൂപയ്ക്കാണ് മേടിച്ചത്, 1993. ഇപ്പം അതിന് എത്ര 1000 രൂപ വിലയുണ്ട് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പൊട്ടിക്കാത്ത 3 കുപ്പി മദ്യം വേറെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ തീരുമാനം എടുത്ത നിലയ്ക്ക് ഇതാർക്കെങ്കിലും കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ആർക്കെങ്കിലും കൊടുക്കുന്നു ഞാൻ കുടിക്കുന്നു തമ്മിൽ എന്താ വ്യത്യാസം? ആർക്കും കൊടുക്കില്ല, അവിടെ ഇരിക്കട്ടെ. അവിടെ വെച്ചു. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ സ്റ്റോർ റൂമിൽ എല്ലാം വെടുപ്പാക്കുന്ന സമയത്ത് ഭാര്യ പറഞ്ഞത്, ആ കുപ്പികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ ഇരിക്കുന്നുണ്ട്. നീയല്ലേ പറഞ്ഞ് എന്തെങ്കിലും ബലഹീന നിമിഷത്തിൽ നിങ്ങളെടുത്ത് കുടിച്ചു കളയും, അതുകൊണ്ട് കൊണ്ട് കളയാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് ബലഹീനതയുണ്ട്, പക്ഷെ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവൻ്റെ പേരാണ് ആണ്. പെണ്ണുങ്ങൾക്കും ആണാകട്ടോ. പുരുഷത്വം എന്നൊരു വാക്ക് ബൈബിളിൽ വെച്ചിരിക്കുന്നത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. തീരുമാനമെടുത്താൽ നടപ്പാക്കുന്നവർക്ക് പറയുന്ന പേരാണ് പുരുഷത്വം. അത് സ്ത്രീകൾക്കും പ്രാപിക്കാം. അതിൻ്റെ സന്ദർഭങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് പലവട്ടം ഞാൻ വ്യാഖ്യാനിച്ച് തന്നിട്ടുള്ളതാണ്. പുരുഷത്വം എന്നുള്ളത് പുരുഷന്മാർക്കുള്ളതല്ല, പുരുഷത്വം വിശ്വാസികൾക്കുള്ളതാണ്. അത് വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ആണും പെടും പെണ്ണും പെടും. അതിനുശേഷം എത്രയോ തവണ മദ്യപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും മദ്യപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചിലപ്പോഴൊക്കെ ഞാൻ ചെന്നുപെടാറുണ്ട്. ഇറ്റ് ഡസൻറ്റ് ഗീവ് മീ എനി ടെംപ്റ്റേഷൻ അറ്റ് ഓൾ. അതിന്ന് എന്നെ അലോരസപ്പെടുത്തുന്നില്ല, എന്നെ അത് ടെംപ്റ്റ് ചെയ്യുന്നില്ല. എന്താ കാരണം? ഞാനതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വേരോടെ പറിച്ചു കളഞ്ഞു. ഇത് നമ്മൾ ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ പല ചെടികളുമുണ്ട്, തല വെട്ടിക്കളഞ്ഞാലും അത് പിന്നെയും പൊടിച്ചു വരും. മനസ്സിലായോ? എൻ്റേതല്ലാത്തത് എനിക്ക് നിഷിദ്ധമാണ്. ഇതൊരു കാര്യം ഹൃദയത്തിൽ അങ്ങ് ഉറപ്പിച്ചാൽ മതി. അപ്പോൾ അവൻ്റെ കയ്യിലും അവളുടെ കയ്യിലും എന്തെങ്കിലും കാണുമ്പോൾ മോഹിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇറ്റ് ഡസൻറ്റ് ബിലോങ് ടു മീ. അതെൻ്റെ അല്ല, അത് അന്യൻ്റെയാണ്. അത് അന്യൻ്റേതാണെങ്കിൽ അത് അവൻ്റെയാണ്. ലെറ്റ് ഹിം കീപ്പ് ഇറ്റ്. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മെ തന്നെ ഇങ്ങനെ അഭ്യസിപ്പിക്കുന്നില്ലെങ്കിൽ നാം വീണുപോകും. ഒരു സംശയവും വേണ്ട. എല്ലാ ദിവസവും നമ്മളിങ്ങനെ തെറ്റ് ചെയ്യുക, എല്ലാ ദിവസവും ഏറ്റുപറയുക, എല്ലാ ദിവസവും പിന്നെയും തെറ്റ് ചെയ്യുക, പിന്നെയും ഏറ്റുപറയുക. അവസാനം എന്തുണ്ടാകും? നമ്മുടെ ഹൃദയം കഠിനപ്പെടും.
എന്ന് വെച്ചാൽ നമ്മൾ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും, ഒരു പക്ഷെ ഞാനീ ചെയ്തത് പാപമായി ദൈവം കണക്കിലെടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ദൈവം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള നീതീകരണങ്ങളിലേക്ക് പോവും. അതുകൊണ്ട് ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കിയത് വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് ഹൃദയം പിളരുന്നൊരു വേദന ഉണ്ടാകണം. ആ വേദന നമുക്ക് ഉണ്ടാകാത്തിടത്തോളം കാലം നമ്മൾ ഈ ക്രിസ്തീയ വിശ്വാസത്തെ ഒരു കത്തോലിക്ക കുമ്പസാരക്കൂട് പോലെയാക്കും. എന്താണ് കുമ്പസാരക്കൂട്? 47 കൊല്ലം ഞാൻ കൊണ്ടു കിടന്ന കുമ്പസാരക്കൂട്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ കന്യാസ്ത്രീകളെ എങ്ങനെയാണ് കുമ്പസാരിപ്പിക്കേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചു തന്നു. 47 വയസ്സ് വരെയും ഞാൻ അതേ കുമ്പസാരിച്ചുകൊണ്ട് നടന്നു. എന്നിട്ട് പാപത്തിന് എൻ്റെ മേലുണ്ടായിരുന്ന പിടി അയഞ്ഞോ? ഇല്ല. കുമ്പസാരിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ വിശുദ്ധനാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കും. പിന്നെയും ഞാൻ ചെയ്യുന്നത് അതേ പാപ. അപ്പം അതിനർത്ഥം ആ പാപം എൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ ഇച്ഛിക്കാത്തതാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ ആകുന്നു. പൗലോസ് അപ്പോസ്തലൻ പാപങ്ങൾ എന്നല്ല പഠിപ്പിച്ചിട്ടുള്ളത്, സിംഗുലറായി പാപം. ആ പാപത്തെ നാം വേരോടെ പിഴുതെടുത്ത് പടിയടച്ച് പിണ്ടം വയ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് കർത്താവിനോടുകൂടെ ചേരാൻ പറ്റില്ല. ഇതിന് ബലപ്രയോഗം ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്നാപക യോഹന്നാൻ്റെ നാൾ മുതൽ ദൈവരാജ്യം ബലപ്രയോഗത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു, ബലാൽക്കാരികൾ ബലം പ്രയോഗിച്ച് അതിനെ കീഴടക്കുന്നു. മനസ്സിലായോ? കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പുറകെ ഓടുമ്പോൾ മനസ്സിലാക്കിക്കോണം, നമ്മുടെ യാത്ര തെറ്റായ വഴികളിലൂടെയാണ്. മനസ്സിലായോ? നാം എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ മനസ്സിലാക്കിക്കോ, വി ആർ ഓൺ ദ റോങ് ഫൂട്ടിങ്. നാം പ്രാപിക്കുകയല്ല വേണ്ടത്, ദൈവം തന്നതുകൊണ്ട് തൃപ്തിപ്പെടുകയാണ് വേണ്ടത്. ഇത് രണ്ടും രണ്ടാ. മനസ്സിലായോ? ഈ വാണ്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. വാട്ട് വി റിയലി നീഡ് ഈസ് വെരി സിമ്പിൾ. നീഡ് എന്ന വാക്കിന് ആവശ്യം എന്നർത്ഥം. വാണ്ട് എന്ന് പറഞ്ഞാനോ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. മനസ്സിലായോ? പക്ഷേ നമുക്ക് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും അനാവശ്യമായതും ഇതൊക്കെ ആവശ്യങ്ങളാണ്. തിരിച്ചറിയണം. അനാവശ്യം വിട്ടുകളയണം, ആവശ്യം വിട്ടുകളയണം, അത്യാവശ്യമുള്ളതിൻ്റെ പുറകെ പോവുക, അതുകൊണ്ട് തൃപ്തിപ്പെടുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അക്ഷരീകമായി നാം നമ്മെ വെട്ടിമുറിക്കണമെന്നൊന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നാം ജീവനുള്ള യാഗമായി ദൈവത്തെ പ്രസാദിപ്പിക്കണം. എന്തിലാണ് ദൈവത്തിന് പ്രസാദം? ഞാൻ എൻ്റെ തെറ്റ് ദൈവത്തോട് ഏറ്റുപറഞ്ഞു, ദൈവം അത് മറന്നു കളയുക ചെയ്യുന്നത്. ദൈവം എനിക്ക് ക്ഷമ തരുകയല്ല, ദൈവം എന്ത് ചെയ്യുന്നു? അത് മറന്നു കളയുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചാൽ, നമ്മെപ്പോലെയല്ല ദൈവം. നമ്മോട് ആരെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ തെറ്റ് ചെയ്താൽ ആ സഹോദരനോ സഹോദരിയോ നമ്മളൊരു ക്ഷമ ചോദിച്ചാൽ നമ്മൾ ഒരുപക്ഷെ മാപ്പ് കൊടുത്തു എന്ന് വരും. പക്ഷെ നമ്മൾ ജീവൻ പോയ ആ സംഭവം മറക്കില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം അത് ക്ഷമിക്കുന്നു, അപ്പോൾ തന്നെ മറക്കുന്നു. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ദൈവമായ യഹോവ നമ്മോട് കാണിക്കുന്ന കരുണ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ദൈവം നമ്മോട് ചെയ്യുന്നത്? ദൈവത്തിനറിയാം നമ്മൾ ബലഹീനരാണ്, ചിലപ്പോൾ നമ്മൾ പിന്നെയും പാപത്തിൽ വീഴും. അങ്ങനെ പാപത്തിൽ വീഴുമ്പോൾ നമുക്ക് ഒരു അപകർഷതാ ബോധം ഉണ്ടാവും. ദൈവസന്നിധിയിലേക്ക് പിന്നെയും ചെല്ലാൻ നമുക്കൊരു അപകർഷതാ ബോധം, ഒരു കുറ്റബോധം നമുക്കുണ്ടാകും. നമുക്കുണ്ടാകേണ്ടത് കുറ്റബോധമല്ല, നമുക്കുണ്ടാകേണ്ടത് പാപബോധമാണ്.
കുറ്റബോധം നമ്മെ നിരാശയിലേക്കും ഒരുപക്ഷെ ആത്മഹത്യയിലേക്കും നാശത്തിലേക്കും നയിക്കുമ്പോൾ പാപബോധം നമ്മെ പ്രത്യാശയിലേക്കും ദൈവത്തിലേക്കും അതുവഴി നിത്യജീവനിലേക്കും നയിക്കും. ഗിൽട്ടി കോൺഷ്യസും സിൻ കോൺഷ്യസും രണ്ടും രണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം പാപം ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത പാപത്തെക്കുറിച്ച് ആദ്യം നമ്മളങ്ങ് സമ്മതിക്കണം. ശരിയാ, എന്നിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഇനി സംഭവിച്ചു പോയെങ്കിൽ എനിക്കതിന് പരിഹാരം വരുത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പരിഹാരം വരുത്താൻ കഴിവുള്ള ദൈവസന്നിധിയിൽ ചെന്ന് സ്വയം താഴ്ത്തുക, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. അവിടുന്ന് നമ്മെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ വാക്യം നോക്കി പറഞ്ഞുതരാം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. 2:1. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പൊ ഇത് എഴുതുന്നത് പാപം ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണോ ഈ വാക്യം? ഒരിക്കലുമല്ല. നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. നിങ്ങളുടെ എല്ലാ പരിശ്രമവും പാപം ചെയ്യാതിരിക്കാൻ തന്നെ ആകണം. എന്നാൽ മാനുഷികമായ ചാബല്യം കൊണ്ട് നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാൻ കഴിയാതെ വന്നാൽ നാം പാപത്തിൽ വീഴും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നിരാശപ്പെടണ്ട. ഇതാണ് ദൈവം നമുക്ക് തരുന്ന പ്രത്യാശ. അങ്ങനെ നമ്മുടെ എല്ലാവിധ പാപം ചെയ്യാതിരിക്കാനുള്ള പരിശ്രമവും പരാജയപ്പെടുകയും നാം ഒരു തെറ്റിൽ ചെന്നപ്പെടുകയും ചെയ്താൽ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ വാദിക്കുന്ന ഒരു മധ്യസ്ഥൻ ഉണ്ട്. എന്നിട്ട് പറയണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം യാചിക്കാൻ യോഗ്യനായ ഒരു മധ്യസ്ഥൻ നമുക്കുണ്ട്. ഒരു വലിയ പ്രത്യാശയാണ്. എന്ന് വെച്ച് ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസായിട്ട് ആളുകൾ എടുക്കുന്നത് അങ്ങനെ പാടില്ല. നമ്മുടെ പരിശ്രമം മുഴുവനും ഒരിക്കലും പാപം ചെയ്യാതെ ജീവിക്കാൻ തന്നെയാകണം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മൾ ജീവിക്കുന്നത് മനുഷ്യ ശരീരത്തിലാണ്. ഈ ശരീരത്തിന് അതിൻ്റേതായ ദൗർബല്യങ്ങളുണ്ട്. നമ്മളെത്ര ഇതിനൊക്കെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞാലും പാട്ട് പാടുമ്പോഴൊക്കെ നമ്മൾ പാടും, വീഴുകയില്ല ഞാൻ എന്നൊക്കെ പാടും. ആ ദിവസം ഉദിച്ചു നിൽക്കുന്ന സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു 25 തവണ നമ്മൾ വീഴുകയും ചെയ്യും. പാടുണ്ടെങ്കിൽ അത്തരം പാട്ടുകൾ പാടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്തരം പാട്ടുകൾ ചിലപ്പോൾ നമ്മിൽ എന്തുണ്ടാക്കും? ഒരഹങ്കാരം ജനിപ്പിക്കും. ഞാനിപ്പോൾ എന്താ ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നിക്കളെ. നമ്മളങ്ങനെ ഒരു സംഭവമല്ല. നമ്മളെപ്പോഴും വീഴാൻ സാധ്യതയുള്ളൊരു ബലഹീന മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ആകയാൽ നിൽക്കുന്നവൻ വിചാരിച്ചു കൊള്ളട്ടെ, വീഴാതിരിക്കട്ടെ. മനസ്സിലായോ? ആർക്കും പറ്റാം. ദൈവത്തിന് സ്തോത്രം. എന്താണ് മനുഷ്യനെ നിരന്തരം പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന സംഗതികൾ? ഒരുപാടുണ്ട്, കുറച്ചൊന്നുമല്ല. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 5-ാം അധ്യായം 19-ാം വാക്യം തൊട്ട് വായിച്ചാൽ 15 വിധ ചീത്തത്തരങ്ങൾ ഒരു മനുഷ്യന് സംഭവിക്കാവുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജഡത്തിന്റെ പ്രവർത്തികളോ? ദുർനടപ്പ് മതി. ദുർനടപ്പ് എന്ന് വെച്ചാൽ ഒരു കാല് മുടന്നുള്ള ഒരാൾ നടക്കുന്നതിനെ നമുക്ക് ദുർനടപ്പെന്ന് വിളിക്കാം. അതല്ല ദുർനടപ്പ്. ഇംഗ്ലീഷിൽ നിങ്ങളൊന്ന് നോക്കിയേ, അഡൾട്ടറി. എന്താണ് ദുർനടപ്പ്? അഡൾട്ടറി എന്ന് വെച്ചാൽ
വ്യഭിചാരം. വ്യഭിചാരം രണ്ട് തരത്തിലാണ് സംഭവിക്കുക. ഒന്ന് അക്ഷരീകമായ വ്യഭിചാരം, മറ്റൊന്ന് ചിന്തയിലുണ്ടാകുന്ന വ്യഭിചാരം. പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്യണമെങ്കിൽ ഒരാണും ഒരു പെണ്ണും വേണം. പുതിയ നിയമത്തിൽ വ്യഭിചാരം ചെയ്യാൻ ഒരാൾ മതി. ഒരു പെണ്ണിന് ഹൃദയത്തിൽ ഒരു പുരുഷനുമായി വ്യഭിചരിക്കാം, ഒരു പുരുഷന് ഹൃദയത്തിൽ ഒരു സ്ത്രീയുമായി വ്യഭിചരിക്കാം. നോഷണൽ അഡൾട്ടറി, അക്ഷരീകമല്ല. പക്ഷെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം ചെയ്യരുത് എന്ന് പൂർവന്മാരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ ആസക്തിയോടെ നോക്കിയാൽ അവൻ അവൻ്റെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ആദ്യത്തെ ടൈപ്പ് വ്യഭിചാരത്തിലേക്കൊന്നും നമ്മൾ പോകാൻ സാധ്യതയില്ല. പക്ഷെ ഈ രണ്ടാമത്തെ സാധനം നമ്മുടെ ഇടയിലുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കൽ ഈ സഭയിലുള്ള ഒരാൾ, ഞാൻ പേര് പറയില്ല, ഇപ്പം സഭയിലില്ല, ആ ആൾ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ സ്ത്രീ ഏതാ? അപ്പം ഞാൻ പറഞ്ഞു, അത് ഇന്നയാളുടെ ഭാര്യയാണ്. അതെന്താ കാര്യം? അല്ല, ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. ഓഹോ, നിന്റെ ഭാര്യയ്ക്ക് ഭംഗിയൊന്നുമില്ലേ? മനസ്സിലായോ? ഇനി ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ഈ സഭയിൽ നിന്ന് പോയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാം. ഇവൻ്റെ ഭാര്യയുമൊത്ത് ലൈംഗിക ബന്ധം പുലർത്തുമ്പോൾ ഇവൻ തൻ്റെ ഹൃദയത്തിൽ ആരുമായിട്ടാണ് വേഴ്ച നടത്തുന്ന സങ്കല്പിക്കുക? ആ സ്ത്രീ. മനസ്സിലായോ? ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നത് രഹസ്യത്തിലായതുകൊണ്ട് ഒരു മനുഷ്യർക്കും അറിയില്ല. പക്ഷെ ആർക്കറിയാം? ഈനോസ്. മനസ്സിലായോ? ദൈവത്തിനതറിയാം. ഇത് ഒഴിവാക്കാനുള്ള മാർഗങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ എത്രയോ തവണ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ധാരാളം സുന്ദരികളായ പെൺകുട്ടികളും ധാരാളം സുന്ദരികളായ സ്ത്രീകളും ഉണ്ടാവും. ചിലപ്പോഴൊക്കെ അവരോട് നമുക്ക് വളരെ അടുത്ത് ഇടപഴകേണ്ട സാഹചര്യങ്ങൾ വരും, ജോലി സംബന്ധമായി മറ്റെന്തെല്ലാം കാര്യങ്ങളിലൂടെ. പക്ഷേ അതൊരിക്കലും ഒരു പാപത്തിൽ കൊണ്ടെത്തിക്കാതിരിക്കാനുള്ള പ്രീക്കോഷൻ, മുന്നറിയിപ്പ് നമ്മൾ എടുക്കണം. എങ്ങനെയാണ് മുന്നറിയിപ്പ്? പറഞ്ഞുതരാം. ഒരിക്കലൊരു ബ്രഹ്മചാരിയായ സന്യാസി തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് നടന്നു പോകവേ ഇവർക്ക് അരയോളം വെള്ളമുള്ള ഒരു തോട് അല്ലെങ്കിൽ ഒരു ചെറിയ പുഴ കടക്കേണ്ടിയിരുന്നു. ഇവരത് വളരെ ഈസി ആയിട്ട് കടന്നു. അപ്പോൾ ഈ പുഴയുടെ മറുകര ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരിയാണ്. അവൾക്ക് ഇങ്ങോട്ട് കടക്കണം. അപ്പോൾ ഈ കടന്നു വന്നവർ പറഞ്ഞു, അതിലത്തെ ഗുരുവായ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങളൊക്കെ അതിലല്ലേ പോകുന്നത്, ഒന്നും പേടിക്കാനില്ല, ഇതെത്ര വെള്ളമേ ഉള്ളൂ, നീ പൊയ്ക്കോ, വേണമെങ്കിൽ ഞങ്ങളിവിടെ നിൽക്കാം, ഞങ്ങൾ നോക്കി നിൽക്കെ തന്നെ നീ പൊക്കോ. അവൾക്കൊരു ധൈര്യക്കുറവ്. അപ്പോൾ ഈ സന്യാസി ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ യുവതിയെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് പുഴയിലൂടെ നടന്ന് അപ്പുറത്ത് ഈ പെൺകുട്ടി ഇറക്കി വെച്ചു. അയാൾ തിരിച്ചു വന്ന് തൻ്റെ ശിഷ്യന്മാരൊത്ത് യാത്ര തുടർന്നു. ഈ രണ്ട് ശിഷ്യന്മാരും ഈ ഗുരുവിൽ നിന്ന് അല്പം ഒന്ന് ഡിസ്റ്റൻസ് പുറകെ വെച്ചിട്ട് ഇവർ തമ്മിൽ കുശിച്ചു. എന്നാലും നമ്മുടെ ഗുരു ഇപ്പം എന്താ ചെയ്തേ? നമ്മുടെ ഗുരു ആ പെണ്ണിനെ തൊട്ടില്ലേ? സുന്ദരിയായ പെണ്ണിനെ തൊട്ടില്ലേ? അയാൾ അതിൻ്റെ സുഖം അനുഭവിച്ചില്ലേ? ഇത് ചെയ്യാൻ പാടുണ്ടോ? ആശ്രമം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇവരുടെ സസ്പെൻസ് ഇവരെ കൊന്നുകളയും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു, ഗുരു ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോ. ആ പെൺകുട്ടി നല്ല യൗവനക്കാരിയായ ഒരു പെൺകുട്ടിയല്ലേ? അങ്ങ് ഒരു ബ്രഹ്മചാരിയാണല്ലോ, അങ്ങനെ ഒരു സ്ത്രീയെ തൊടാൻ അങ്ങേക്ക് അനുവാദമില്ലല്ലോ. അങ്ങ് അവളെ കൈകളിലെടുത്തത് ചുമന്നത് തെറ്റല്ലേ? അപ്പം ഈ സ്വാമി ചോദിച്ചു,
നിങ്ങൾ അവളെപ്പോഴും താഴെ വെച്ചില്ലേ? ഞാൻ പുഴ കടത്തിയപ്പോൾ തന്നെ അവളെ താഴെ വെച്ചു. നിങ്ങളിപ്പോഴും അവളെ ചുമന്നുകൊണ്ട് നടക്കുക. മനസ്സിലായ? ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന എവിടെയാ? മനസ്സിൽ. മനസ്സിലായോ? ഇത് വേണ്ട. ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക. ഈ ലോകത്തിൽ എനിക്ക് തുണയായി ദൈവം ഒരു പെണ്ണിനെ തന്നിട്ടുണ്ട്. മനസ്സിലായോ? ലോകത്തിലെ ഏറ്റവും വലിയ തത്വചിന്തകരിൽ ഒരാളാണ് ജോർജ് ബെർണാഡ് ഷാ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മെഴുകുതിരി കെട്ടുകഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണ്. ദെയർ ഈസ് നോ ഡിഫറൻസ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ നീ അവളെയും ഇവളെയും നോക്കി വെള്ളം ഇറക്കേണ്ട കാര്യമില്ല. നിനക്ക് തക്ക ഒരു തുണയെ ദൈവം നിനക്ക് തന്നു കഴിഞ്ഞു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അവിടം കൊണ്ടങ്ങ് അവസാനിപ്പിക്കുക. അതിന് വിരുദ്ധമായ സകല ചിന്തകളും നിൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ അതിനെന്ത് ചെയ്യണം? വേരോടെ പിഴുതെടുത്ത് കളയണം. ഇല്ലെങ്കിൽ നീ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യനെ വീഴ്ത്തുന്ന പാപമാണ് ദുർനടപ്പ്. സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദുർനടപ്പ്. ഇംഗ്ലീഷിൽ ബൈബിൾ പറയുന്നു അഡൾട്ടറി. ഇനി അടുത്ത വാക്കെന്തായിരുന്നു? അശുദ്ധി. അശുദ്ധി എന്ന് പറഞ്ഞാൽ അത് അർത്ഥം ക്ലിയർ അല്ല. പക്ഷെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കിയേ. ഫോർണിക്കേഷൻ. ഫോർണിക്കേഷൻ എന്ന് പറയുന്നത് വിവാഹിതരല്ലാത്തവരുടെ വ്യഭിചാരം. ഒരേ പാപ. അത് വിവാഹിതനായ ഒരാൾ ചെയ്യുമ്പോൾ അതിന് പറയുന്നതാണ് അഡൾട്ടറി. മലയാളത്തിൽ വ്യഭിചാരം. വിവാഹിതനല്ലാത്ത ഒരാൾ അതേ തെറ്റ് ചെയ്യുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഫോർണിക്കേഷൻ. മലയാളത്തിൽ പറയുന്ന പേരാണ് പരസംഗം. മനസ്സിലായോ? പല ആളുകൾക്ക് ഈ പരസംഗവും വ്യഭിചാരവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. പക്ഷെ ദൈവവചനത്തിൽ കർത്താവ് അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം. മിക്കവാറും എല്ലാ കല്യാണങ്ങൾക്കും വായിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണത്. പക്ഷേ ഇത് വായിക്കുന്ന പാസ്റ്റർമാർക്കും ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ല. ഗ്ലോറി ജീസസ്. 9-ാമത്തെ വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. കണ്ടോ? ആ ഒരൊറ്റ വാചകത്തിൽ തന്നെ പരസംഗം എന്ന വാക്കുണ്ട്, വ്യഭിചാരം എന്ന വാക്കുണ്ട്. ഇത് രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ വേറെ വേറെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാമോ? നിങ്ങൾ യൗസേപ്പിൻ്റെ കാര്യം എടുത്തോ. യൗസേപ്പും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. അവർ തമ്മിൽ കൂടി വസിച്ചിട്ടില്ല, മാരേജ് നടന്നിട്ടില്ല, എൻഗേജ്മെൻറ്റ് മാത്രമേ നടന്നിട്ടുള്ളൂ. ആ സാഹചര്യത്തിൽ യൗസേപ്പ് മനസ്സിലാക്കി തൻ്റെ പ്രതിശ്രുത വധുവായ മറിയം ഗർഭിണിയാണെന്ന്. ആ സാഹചര്യത്തിൽ യൗസേപ്പിന് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാം, കഴിക്കാതിരിക്കാം. അതാണ് പരസംഗം മൂലമല്ലാതെ. കാരണം മറിയം ഗർഭിണിയായത് പരസംഗം മൂലമാണെന്നാണ് ലോകം ധരിക്കുക. കാരണം പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിച്ചതെന്ന് നമ്മളല്ല മനസ്സിലാക്കിയത്. ആ തലമുറയിലുള്ള ആരെങ്കിലും അത് മനസ്സിലാക്കുമോ? കാരണം ആദാമിൻ്റെ കാലം തൊട്ട് പെണ്ണുങ്ങൾ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നല്ലല്ലോ. അതുകൊണ്ട് യൗസേപ്പിന് മറിയവുമായുള്ള വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറ്റുമായിരുന്നു. പക്ഷെ അവൻ പിന്മാറിയില്ല. എന്താ കാരണം? മറിയത്തിന് ലോകത്തിൽ അപവാദം, പേരുദോഷം വരും. കാരണം യൗസേപ്പ് കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്ന് വിചാരിക്കുക. ഇനി വേറൊരു കല്യാണം ആലോചിച്ച് പിടിച്ചു വരുമ്പോഴേക്കും മാസങ്ങളും കൊല്ലങ്ങളും പിടിക്കും. അതിനിടയിൽ മറിയം പ്രസവിക്കും. അപ്പോൾ മറിയത്തിന് ലോകത്തിൽ അപവാദം വരും. അതുകൊണ്ട് യൗസേപ്പ് തീരുമാനമെടുത്തു, ഞാൻ അവളെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ കല്യാണം കഴിച്ച് അവളെയും സംരക്ഷിക്കും, അവളുടെ കുഞ്ഞിനെയും സംരക്ഷിക്കും. പക്ഷെ താൻ അവളുമായി ശാരീരിക ബന്ധം പുലർത്തില്ല.
ഈ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യം ഇങ്ങനെയാണ്: യൗസേപ്പ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ ദൈവം അവനൊരു സ്വപ്നം കൊടുത്തു. ആ സ്വപ്നത്തിൽ ദൈവദൂതൻ അവനോട് പറഞ്ഞു, ജോസഫേ, നിൻ്റെ ഭാര്യയായ മറിയത്തെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു മനുഷ്യന് ഭാര്യയെ ഉപേക്ഷിക്കാൻ കഴിയുന്ന എപ്പോഴാണ്? പരസംഗ നിമിത്തം. ഈ പരസംഗം നടക്കുന്ന എപ്പോഴാണ്? വിവാഹത്തിന് മുമ്പ്. ഉദാഹരണത്തിന് ആൽഫ്രഡിൻ്റെ വിവാഹം കഴിഞ്ഞു. ഇനി ആൽഫ്രഡിന് ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ, എന്താ കൊച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അലീനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇംപോസിബിൾ. അലീനയെ ഏത് കാരണം കൊണ്ട് ഉപേക്ഷിച്ച് ആൽഫ്രഡ് വേറൊരു കല്യാണം കഴിച്ചാൽ വ്യഭിചാരം, 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 വ്യഭിചാരം. ഇനി ആൽഫ്രഡ് അലീനയെ ലീഗൽ ഡിവോഴ്സ് നടത്തി കോടതിയിൽ നിന്ന്, എന്നിട്ട് അവൾ പോയി വേറെ കല്യാണം കഴിച്ചാൽ അവിടെ സംഭവിക്കുന്നത് വ്യഭിചാരം, വ്യഭിചാരം, വ്യഭിചാരം. ഇതെല്ലാം ബൈബിളിൽ പച്ച എഴുതി വച്ചിട്ടുണ്ട്. എന്നിട്ടാണ് പല സഭകളിലും സഭകൾ തന്നെ മുന്നിട്ട് നിന്ന് ഡിവോഴ്സിന് കൂട്ടു നിൽക്കുന്നു, പുനർവിവാഹത്തിനും കൂട്ടു നിൽക്കുന്നു. അത് സഭകളല്ല പ്രിയപ്പെട്ടവരെ, അത് വ്യഭിചാരശാലകളാണ്, ബ്രോത്തൽസ്. ഈ സഭയിലും ഡിവോഴ്സ് നടന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ എന്താണ് ആ സഹോദരൻ്റെ പേര്? ജോൺസൺ ചേട്ടൻ. ജോൺസൺ ചേട്ടൻ്റെ മൂത്ത മകൻ ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് എന്നോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകന് ഡിവോഴ്സ് ഏറെക്കുറെ ശരിയായിട്ടുണ്ട്, അതുകൊണ്ട് അവന് വേറൊരു പെണ്ണിനെ ജോസേട്ട അന്വേഷിക്കണം. ഞാൻ പറഞ്ഞു, റോങ് കോൾ. തെറ്റായ സ്ഥലത്തേക്കാണ് നിങ്ങൾ വന്നേ, തെറ്റായ സ്ഥലത്തേക്കാണ് വന്നേ. നടക്കില്ല. ജീവിതകാലം മുഴുവൻ അവന് പെണ്ണില്ലാണ്ട് ജീവിക്കേണ്ടി വരും. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനതിനെ വഴി കണ്ടെത്തും. തൃശ്ശൂർ ഞാൻ പല സഭകളുമായി സംസാരിച്ചു. അപ്പോൾ അവർ വേറെ കല്യാണം നടത്തി തരാൻ തയ്യാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ വിട്ടോ. അങ്ങനെയാണ് ആ കുടുംബം ഈ സഭയിൽ നിന്ന് പോയത്. ഇപ്പം എന്തായി? ആ കുടുംബത്തിലെ 3 മക്കൾക്കും ജീവിത പങ്കാളിമാരുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഉണ്ടോ? 3 എണ്ണത്തിനും ഇല്ല. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത നമ്മുടെ ജോൺസൺ ചേട്ടൻ മരിച്ചപ്പോൾ അത് നോർമൽ മരണമായിരുന്നില്ല, ഇറ്റ് വാസ് സൂസൈഡ്. അടക്കാൻ ആളില്ലാത്തതുകൊണ്ട് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു, നോ, എനിക്കതിനുള്ള അവകാശമില്ല. കാരണം നമ്മുടെ സഭയ്ക്കൊരു ട്രസ്റ്റ് ഡീഡുണ്ട്. അതിൽ പറയുന്നത് വിശ്വാസികൾക്ക് സ്നാനം കൊടുക്കാനും വിശ്വാസികളുടെ വിവാഹം നടത്താനും വിശ്വാസികൾ മരിച്ചാൽ അടക്കാനുമേ എനിക്ക് അനുവാദമുള്ളൂ. കെട്ടിത്തൂങ്ങി ചത്തവരൊന്നും എനിക്ക് അടക്കാൻ പറ്റില്ല. ഗോ ടു ഹെൽ. അവസാനം അവർ ലാലൂര് കൊണ്ടുപോയി കത്തിച്ച് കളയുക എന്തോ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതിലെഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ പലതും കഠിന അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 6-ാമത്തെ അധ്യായം ഒന്ന് എടുക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 60-ാമത്തെ വാക്യം വായിച്ചാട്ട്. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പസ്തോലന്മാർ 12 എണ്ണം. ശിഷ്യന്മാർക്ക് എണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു കർത്താവിന്. ആ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, ഇതൊക്കെ കഠിന വാക്കാണ്, ഇതൊക്കെ അനുസരിക്കാൻ ആരെ കൊണ്ടാ പറ്റുക? എന്തപ്പം ഈ പറയണേ? ഇനി 66-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്.
ഈ കഠിനവാക്ക് എന്ന് പറഞ്ഞവരൊക്കെ എന്ത് ചെയ്തു? കർത്താവിന് ഉപേക്ഷിച്ചു പോയി. അവരാരും പിന്നെ കർത്താവിൻ്റെ കൂടെ നടന്നില്ല. അങ്ങനെ 5000 പുരുഷന്മാരും അതുപോലെ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ 5 അപ്പവും 2 മീനും കൊണ്ട് മൂക്കുമുട്ട നിന്നിട്ട് 12 കൊട്ട ശേഷിപ്പിച്ച കർത്താവ് തൻ്റെ ചുറ്റും ഇപ്പം എത്ര ആളുണ്ടെന്നൊന്ന് എണ്ണി നോക്കുമ്പോൾ 12 പേരിരിപ്പുണ്ട്. കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? പൊക്കോ. എന്തിനാ ഇവിടെ കെട്ടിച്ചടഞ്ഞ് നിൽക്കുന്നേ? ഇത് കഠിനവാക്കാണ്, ഇത് കഠിന ഉപദേശമാണ്. അതുകൊണ്ട് ഇഫ് യു ആർ നോട്ട് സീരിയസ് അബൌട്ട് ഫോളോയിങ് ജീസസ്, ഓൾ ഹി ഹാസ് ടു ടെൽ യു ഈസ് പ്ലീസ് ഗോ അവേ. അത്രേ കർത്താവിന് പറയാനുള്ളൂ. പക്ഷേ പത്രോസ് പറഞ്ഞു, ഞങ്ങളെങ്ങോട്ട് പോകാനാ? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഈ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ചെന്നാൽ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആളുകളെ വിളിച്ചു കയറ്റുന്ന ചില ഒരു സമ്പ്രദായം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ? ഇപ്പോൾ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റും. അങ്ങനെ ദൈവസഭയിലേക്ക് ആളെ വിളിച്ചു കയറ്റുന്ന ഒരാളല്ല കർത്താവ്. കർത്താവ് പറയുന്ന ഇതാണ്, ഞാൻ തൃശ്ശൂർക്ക് പോകുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം, പക്ഷെ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ ചില നിബന്ധനകൾ പാലിക്കണം. നിങ്ങൾ തന്നെത്താൻ ത്യജിക്കണം. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടുന്ന കുരിശുകൾ നിങ്ങൾ സഹിക്കണം. എന്നിട്ട് എന്നെ പിൻപറ്റാം. ദാറ്റ്സ് ഓൾ. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നപ്പുറം ആളുകളെ കൂട്ടാനോ നിങ്ങളുടെ കീശയിലിരിക്കുന്ന കാശ് എൻ്റെ കീശയിൽ വരുത്താനുള്ള കൗശലങ്ങളോ 23 കൊല്ലമായിട്ട് ഈ സഭ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം നമുക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് ആവശ്യമുള്ളൊരു കാലം നമുക്കുണ്ടായിരുന്നു. അത് ഈ ചർച്ചിൻ്റെ ആരംഭദിശ. അന്ന് നമുക്കിതൊക്കെ പണിതുയർത്താൻ ഒരുപാട് പണം ആവശ്യമായിരുന്നു. അന്ന് പോലും നമ്മൾ ആരെയും പ്രസാദിപ്പിച്ചിട്ടില്ല, കൈ നീട്ടിയിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? നോ. നമുക്ക് കർത്താവും അപ്പസ്തോലന്മാരും കാണിച്ചു തന്നൊരു വഴിയുണ്ട്. ആ വഴി വിട്ട് നമ്മൾ ഒരു കടുക് മണിക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ കണ്ടു. എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ഇന്നൊന്ന് ആലോചിക്കാം. 3-ാമത്തെ വാക്ക് ദുഷ്കാമം. ദുഷ്കാമം ഇതവിടെ കൊടുത്തിരിക്കുന്നത് അൺക്ലീൻലിനെസ് എന്ന് വെച്ചാൽ അരുതാത്തത് എല്ലാം അൺക്ലീനാണ്. അത് ലൈംഗികമായ വിഷയങ്ങളിൽ മാത്രമൊന്നുമല്ല. എനിക്ക് പോകാൻ അനുവാദമില്ലാത്ത ഒരിടത്തൂടെ ഞാൻ പോകുകയാണെങ്കിൽ അതിന് പറയാവുന്നൊരു വാക്കാണ് ട്രസ്പാസിങ്. എനിക്ക് പോകാൻ അനുവാദമില്ലാത്ത ഒരു മേഖലയിലൂടെ ഞാൻ പോവുകയാണെങ്കിൽ അത് ദുഷ്കാമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കാമം എന്ന വാക്കിന് സെക്സ് എന്നൊരർത്ഥമല്ല മലയാളത്തിൽ. മനസ്സിലായോ? കാമം എന്ന് വെച്ചാൽ എന്തെങ്കിലും കിട്ടിയാൽ അതെനിക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ശ്രമത്തിന് പറയുന്ന പേരാണ് കാമം. അതെനിക്ക് കിട്ടാതാകുമ്പോൾ എനിക്ക് വരുന്ന നിരാശയാണ് എന്നിൽ ക്രോധം ജനിപ്പിക്കുന്നത്. ക്രോധമാണ് എന്നിൽ ലോഭമായി തീരുന്നത്, ലോഭമാണ് എന്നിൽ മോഹമായി തീരുന്നത്. ഇത് 4ഉം ഒന്നിൻ്റെ പുറകെ ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പോലെ ഒന്ന് ഉണ്ടെങ്കിൽ മറ്റത് 3ഉം കൂടെ പോരും. അതിനെ ഉപേക്ഷിക്കണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോട് പറഞ്ഞു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഉള്ളതുകൊണ്ട് ഇതേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടുക. അല്ലാതെ കണ്ട് അതിനേക്കാൾ മികച്ചത് പ്രാപിക്കാൻ വേണ്ടി എന്തൂസിയാസം കാണിക്കുന്നത് നമ്മെ അശ്ലീലത്തിലേക്ക് വഴി നടത്തും, അൺക്ലീൻലിനെസ്സിലേക്ക് വഴി നടത്തും. മനസ്സിലായോ? നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇത് തന്നെ 3 പറഞ്ഞു. ഇനി
13 വേറെ കെടുക്കുക, 12 വേറെ കെടുക്കുക. അത് കഴിഞ്ഞാൽ ഒരു യാഗമേ ഉള്ളൂ. അതുപോലെ എത്ര യാഗങ്ങൾ. അപ്പോൾ നമുക്കിത് ആഴ്ചകളെടുത്തെങ്കിലേ ഇത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഡസൻറ്റ് മാറ്റർ. പക്ഷെ നമ്മളിത് ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് പഠിച്ചേ പറ്റൂ. ഇത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ലൂയിസ് ഏട്ടൻ ഈ വിഷയം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരത് ഓർക്കുന്നുണ്ട്? എത്ര പേരത് ഓർക്കുന്നുണ്ട്? ചില ആളുകളൊക്കെ ഓർക്കുന്നുണ്ട്. അവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ടത് മറക്കുന്നവരല്ല അനുഗ്രഹീതർ, കേട്ടത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് അനുഗ്രഹീതർ. കാരണം ദൈവം നമ്മെ പുരോഹിതരാക്കി എന്നുള്ളത് തർക്കമില്ലാത്തൊരു സംഗതിയാണ്, അല്ലേ? പത്രോസ് പറയണ്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ദൈവം മൂലക്കല്ലാക്കി. ആ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരു ആത്മീക ഗ്രഹമായി പണിയപ്പെടുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിന് പ്രസാദകരമായ യാഗം അർപ്പിക്കേണ്ടതിന്. അപ്പോൾ പഴയ നിയമത്തിൽ ഒരുപാട് യാഗങ്ങളുണ്ടായിരുന്നു. ഭോജനയാഗം ഉണ്ടായിരുന്നു, പാനീയയാഗം ഉണ്ടായിരുന്നു, എന്താ പറയുക, ദഹനയാഗം ഉണ്ടായിരുന്നു, ഹോമയാഗം ഉണ്ടായിരുന്നു. ആ യാഗങ്ങളെല്ലാം പുതിയ നിയമത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന യാഗങ്ങൾക്ക് നിഴലായിട്ടാണ് നിന്നിരുന്നത്. അന്നത് നിഴലാണെങ്കിൽ ഇന്ന് നാം അത് പൊരുളായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ ചെയ്ത് തികച്ചവർക്കാണ് കർത്താവ് നിത്യജീവൻ ഒരുക്കി വച്ചിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു കൺവെൻഷനിൽ ചെന്നിട്ട് ഞാൻ യേശുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് കൈപൊക്കണേന് മുമ്പ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരെങ്കിലും കാണുന്നുണ്ട്? ഇല്ല, ആരും കാണില്ല, പൊക്കി പിടിച്ചു. അങ്ങനെയുള്ള വിശ്വാസമൊന്നും നമ്മെ രക്ഷിക്കില്ല. അതുകൊണ്ട് അബദ്ധ വിശ്വാസത്തിലൊന്നും നിങ്ങൾ ചെന്ന് പെട്ടുപോകരുത്. ഈ യൂട്യൂബിലൊക്കെ പ്രസംഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ നേരാൻ വണ്ണം നല്ലത് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവരുടെ ശതമാനം എത്രയാണെന്നറിയാമോ? അവരുടെ ശതമാനം എത്രയാ? കൂടി വന്നാൽ ഒരു 10%. ബാക്കി 90% ആളുകളും പിശാചിന് വേണ്ടി ഊഴിയവേല ചെയ്യുന്നവരാ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ യങ് ജനറേഷൻ ചർച്ചുകൾ? കണ്ടോ? അതിൻ്റെ അയലത്തൂടെ നിങ്ങൾ പോണ്ട. കാരണം അത് നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന വിശാലമായ വാതിലുകളാണ്. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാ, ഞെരുക്കമുള്ളതാ. അത് കണ്ടെത്തുന്ന ഒരു ചുരുക്കമാണ്. കർത്താവ് പറഞ്ഞു, പലരും അതിലൂടെ കടക്കാൻ നോക്കും, കഴിയുകയില്ല താനും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. സത്യം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ ദൈവം ആളുകളെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.